ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഗ്രേറ്റ് ഫാദറും അബ്രാമിന്റെ സന്തതികളും ഹിറ്റായിട്ട് ഹനീഫ് അദേനി എന്ന പേര് പ്രശസ്തമായിക്കൊണ്ടിരിക്കെ അദ്ദേഹം തന്റെ രണ്ടാമത്തെ ഡയറക്ടോറിയൽ മൂവി ആയിട്ട് വരുന്നു. നായകനായിട്ട് കായംകുളം കൊച്ചുണ്ണി, ഹേയ് ജൂഡ്, ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള മുതലായ പടങ്ങൾ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ കരിയർ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നിവിൻ പോളി. പടത്തിന്റെ ടീസറിൽ തന്നെ മാസ് ഡയലോഗ് അടിച്ചു ഉല്ലക്ക ചക്ക ചക്ക BGM സ്ലോ മോഷനിൽ നടന്നു വരുന്ന നിവിനെ കണ്ട് പ്രേക്ഷകർ അന്തം വിട്ടു. നിവിൻ ഒരു പക്ക ആക്ഷൻ മൂവി ആയിട്ട് വരുന്നു. കൂടെ ഹിറ്റുകൾ സമ്മാനിച്ച ഡയറക്ടർ. കാവൽ മാലാഖയുടെ പേരുള്ള ഈ സിനിമയെ കാക്കാൻ പക്ഷേ നിവിൻ പോളിക്കായില്ല. ഹൈപ്പ് കാരണം ഫ്ലോപ്പായ മൂവികളുടെ ലിസ്റ്റിലേക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു മിഗായൽ. ഓവറായിട്ടുള്ള ഹൈപ്പ് മാത്രമാണ് ഈ സിനിമയുടെ പരാജയത്തിന് ഒരു കാരണമായത്. നമുക്ക് ഈ സിനിമയുടെ പരാജയത്തിന് പിന്നിലുള്ള കാരണങ്ങൾ ഒന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എന്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. സോ ആ സെൻസർ എടുക്കുക. വീഡിയോയിലേക്ക് പോവാം. താൻ മുന്നേ ഡയറക്ട് ചെയ്ത ഗ്രേറ്റ് ഫാദറിന്റെയും ഷാജി പടൂറിന്റെ അബ്രാമിന്റെ സന്തതികളുടെയും ഒക്കെ അതേ ടോണിൽ തന്നെയാണ് മിഗായലോ ആയിട്ട് ഹനീഫ് അദേനി വരുന്നത്. പൊതുവെ മാസ് റോളുകളുള്ള പരിചയക്കുറവും മാസ് ആൻഡ് പവർഫുൾ സീൻസിൽ മോശം ഡയലോഗ് ഡെലിവറി ഉള്ള നിവിൻ പോളി ഒരു മാസ് സിനിമയായിട്ട് എത്തുന്നു. ആ ടൈമിൽ കൊച്ചുണ്ണിയൊക്കെ ഇറങ്ങി നിവിൻ അത്യാവശ്യം ലെവലിൽ നിൽക്കുന്ന ടൈമായിരുന്നു. നിവിൻ പോളി ആൻഡ് ഹനീഫ് അദേനി ഈ രണ്ട് ഫാക്ടേഴ്സ് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഹൈപ്പിന് കാരണം. അതുകൂടാതെ നിവിന്റെ ബർത്ത്ഡേക്ക് ഒരു ടീസർ കൂടെ ഇറങ്ങിയപ്പോൾ ഈ സിനിമയുടെ ഹൈപ്പ് ഡബിൾ ആയി. ബൈ ദ വേ, ഈ ടീസറിൽ നിവിൻ പോളിയുടെ ഡയലോഗ് ഡെലിവറിയും സ്ക്രീൻ പ്രസൻസും BGM ഒക്കെ അടിപൊളിയായിരുന്നു. നോൺ ലീനിയർ ആയിട്ടാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. അതിന്റെ കൂടെ പ്രത്യേകിച്ച് പുതുമയൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു സ്റ്റോറി. ഈ സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് തിങ്ങിൽ ഒന്നാണ് സിദ്ദിഖിന്റെ ക്യാരക്ടർ, അല്ലെങ്കിൽ സിദ്ദിഖ് എന്ന ആക്ടർ. പുള്ളിയുടെ ക്യാരക്ടർ വേറെ ലെവലായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ഒരു നാടൻ അച്ചായൻ ഡോട്ട്. ഈ സിനിമയിൽ സിദ്ദിഖിനെ നിവിൻ പോളിനൊന്നും കൂടാതെ ഒരുപാട് ഫേമസ് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആവശ്യത്തിനും അനാവശ്യത്തിനും വന്നവരും നിന്നവരും ഒക്കെ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിരുന്നു. ഒരു സിനിമയിൽ കരാട്ടേനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബാബു ആന്റണീനെ കൊണ്ടുവരുന്നതൊക്കെ മടുപ്പായിട്ട് തുടങ്ങി. എന്നാൽ പുള്ളിനെ കൊണ്ടുവന്നിട്ട് മര്യാദയ്ക്ക് ഒരു ഫൈറ്റ് പോലും ചെയ്യിപ്പിക്കില്ല. ചാപ്പിയുടെ നിവിൻ സിസ്റ്ററിന്റെ അഭിനയം അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ രണ്ട് ക്യാരക്ടറിനോട് മാത്രമാണ് ഇമോഷണലി എനിക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയത്. അതുകൂടാതെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നതിന് എഡിറ്റിംഗ് സിനിമയുടെ ഒരു പോരായ്മയായിട്ട് ഫീൽ ചെയ്തിരുന്നു. ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള കഥയിൽ എഡിറ്റിംഗ് കൂടെ മോശമായി കഴിഞ്ഞാൽ കാണുന്നവർക്ക് കഥ പോലും മനസ്സിലായിക്കൊള്ളുന്നില്ല. സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ടിപ്പിക്കൽ നിവിൻ പോളിയെ കാണിച്ച് കുറച്ച് കോമഡിയും തേപ്പൊക്കെ കാണിച്ചിട്ട് ഒരു ആവറേജ് ഫീലിൽ പടം അങ്ങനെ മുന്നോട്ട് പോയി. തുടക്കത്തിൽ അൺനോൺ ആയിട്ട് വന്ന് ആളുകൾ കൊല്ലുന്നത് നിവിനാണെന്ന് കാണുന്ന എല്ലാവർക്കും മനസ്സിലായിരുന്നു. അതൊരു സർപ്രൈസ് പോലെയാണ് ഡയറക്ടർ ഇവിടെ കാണിച്ചത്. ഓക്കെ, എന്തായാലും ആവട്ടെ, നിവിന്റെ റിവെഞ്ച് ഒക്കെ കാണാലോ എന്ന് നോക്കിയിരിക്കുമ്പോൾ പിന്നീട് കാണുന്നത് ചിരിച്ച് കളിച്ച് കിടക്കുന്ന ടിപ്പിക്കൽ നിവിൻ പോളിനെയാണ്. ഫസ്റ്റ് ഹാഫിൽ എന്തെങ്കിലുമൊക്കെ ഹൈ മൊമെന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് സിദ്ദിഖിന്റെ ചില സീൻസും മാർക്കോയെ കാണിച്ചപ്പോഴും ഇതിൽ ഉണ്ണിമൂന്നിന്റെ ലുക്കും ഫിസിക്കും ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ആകെ ഒരു സീനിലെ പുള്ളി ഉണ്ടായിരുന്നു. കാസ്റ്റിംഗിൽ സുരാജും JD ചക്രവർത്തിയും സുദേവും അശോകനൊക്കെ കൊള്ളായിരുന്നു. കൊടുത്ത ഭാഗങ്ങളൊക്കെ കിടുക്കനായിട്ട് ചെയ്തിട്ടുണ്ട്. അശോകന്റെയും ചാപ്പിയുടെയും പിന്നെ നിവിൻ പോളിയുടെ പെങ്ങളിൽ നിന്ന് ആരും അങ്ങനെ പ്രശംസിച്ച് കണ്ടില്ലായിരുന്നു. അവരുടെ ക്യാരക്ടറൊക്കെ നൈസ് ആയിരുന്നു. കുറച്ച് സീരിയൽ കില്ലിംഗ് പോലത്തെ കൊലകൾ ചെയ്യുന്ന ഒരു കില്ലർ, അയാൾ അന്വേഷിച്ചിറങ്ങുന്ന പോലീസ്, ഇങ്ങനെ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പോലെയാണ് ഹനീഫ് അദേനി ഫസ്റ്റ് ഹാഫ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഒരു ആവറേജ് ഫീൽ മാത്രമാണ് ഫസ്റ്റ് ഹാഫിൽ എനിക്ക് കിട്ടിയത്. ഇന്റർവൽ ഫൈറ്റിലെ ആക്ഷൻ സീക്വൻസ് നിവിനെ കൊണ്ട് പറ്റാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പുള്ളിക്ക് ഓവറായിട്ട് വണ്ണം കൂടിയോണ്ട് ആക്ഷൻ സീക്വൻസ് കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നില്ല. ബിൽഡപ്പ് ഒക്കെ ഏക്കാത്ത പോലെ ഫീൽ ചെയ്തു. ആ റെയിൽവേ ട്രാക്കിൽ നിന്നിട്ട് പുള്ളി അലറുന്ന സീനൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്തു. ഒരുപാട് വില്ലന്മാരും മാസ് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് തിരക്കഥയ്ക്ക് കഴിഞ്ഞില്ല. മിക്ക ഡയലോഗുകളും അച്ചടി ഭാഷയിലാണ് നിവിൻ ഉൾപ്പെടെ പലരും ഡെലിവർ ചെയ്തത്. എഴുതി വെച്ച ഡയലോഗ്സ് അങ്ങനെ തന്നെയായിരുന്നു. നിവിൻ തന്നെ ഇമോഷണലും നോർമൽ ആയിട്ടുള്ള സീൻസ് ഒക്കെ നന്നായിട്ട് ചെയ്തെങ്കിലും പുള്ളി പവറായിട്ട് മാസ് ഡയലോഗ്സ് ഒക്കെ പറയുമ്പോൾ പുള്ളിനെ കൊണ്ട് പറ്റാത്ത പോലെ ഒരു ഫീൽ വന്നിരുന്നു. ഫസ്റ്റ് ഹാഫിൽ സ്റ്റോറി ടെല്ലിംഗ് കുറച്ചുകൂടെ നന്നാക്കി കോമഡി സീൻസ് കുറച്ചൊക്കെ ഒഴിവാക്കിയിട്ട് മെയിൻ വില്ല മാർക്കോന് കുറച്ചുകൂടി സീൻസ് ഒക്കെ കൊടുത്തിട്ട് ഇവനൊരു പാവം എന്ന ലേബലിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടി മാൻലി ഒക്കെ ആക്കിയിരുന്നെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഇതിലും നന്നാവുന്ന ഉറപ്പാണ്. പിന്നെ വന്നവരെ നിന്നവരെയും പോകുന്നവരും ഒക്കെ കൊല്ലുന്നുണ്ടെങ്കിലും പോലീസുകാർ ഒരുമാതിരി പേരിന് വന്ന് പോകുന്ന പോലെ ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫിൽ പടം ഒന്ന് ട്രാക്കി കയറി എന്ന് പറയാം. ക്യാരക്ടേഴ്സ് എല്ലാവരും സീരിയസ് ആയി. റിവഞ്ച് ഒക്കെ സ്റ്റാർട്ടായി. സിനിമയിലെ നായിക മഞ്ജിമയ്ക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ എക്സ്പ്രഷൻ ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഗോഡൌൺ ഫൈറ്റ് ഒക്കെ പൊളിയായിരുന്നു. പിന്നെ നിവിനെ കൊല്ലാനായിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന കില്ലറെ നിവിൻ പോളി കൊല്ലുന്ന സീനൊക്കെ അടിപൊളിയായിരുന്നു. നിവിന് കരാട്ട അറിയാന്ന് പറയുന്ന ബിൽഡപ്പ് ഒക്കെ ഒരു ഇമ്പാക്ട് ഇല്ലായിരുന്നു. അതൊന്നും സത്യം പറഞ്ഞാൽ പറഞ്ഞ് ഫലിപ്പിക്കേണ്ട കാര്യമല്ല. ചെയ്ത് കാണിച്ച പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഒരു ഫ്ലാഷ് ബാക്കും കൊടുക്കാണ്ടാണ് ഫഹദ് വരത്തിൽ വന്ന് ഇടിച്ചു പൊളിച്ചോണ്ട് പോയത്. പിന്നീട് നിവിന്റെ കോളേജിലെ എൻട്രി ഫൈറ്റ് ഒക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാലും അത്ര മികച്ചൊന്നല്ലായിരുന്നു. നിവിന് ഈ സിനിമയിൽ കാണുമ്പോൾ പലയിടത്ത് എനിക്ക് ആങ്കർ മിഥുനെ പോലെ തോന്നി. നിങ്ങൾക്ക് ഇത് തോന്നിയെങ്കിൽ കമന്റ് ഒന്ന് പറയണം കേട്ടോ. സെക്കൻഡ് ഹാഫിലാണ് മാർക്കോടെ റീ എൻട്രി വരുന്നത്. പുള്ളിയാണെങ്കിൽ വാ തുറന്ന തീട്ടത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. എന്തിനാണ് ഹനീഫ് അദേനി ഇജാതി ഡയലോഗ്സ് നല്ലൊരു ക്യാരക്ടറിന് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ നിവിന്റെ വീട്ടിൽ ഉണ്ണി ഒന്ന് കുളിച്ചു പോകുന്ന സീനൊക്കെ വെറുതെ അനാവശ്യമായിട്ട് തോന്നി. ഉണ്ണിക്ക് കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ് കൊടുക്കാത്തതിൽ വളരെ നിരാശ ഉണ്ടായിരുന്നു. കൊടുത്ത ഡയലോഗ്സിനെ പറ്റിയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. സത്യത്തിൽ നായകന്റെ വണ്ണം ഈ സിനിമയ്ക്ക് ഭയങ്കര ഒരു പോരായ്മയാണ് ഉണ്ടാക്കിയത്. കാര്യം ലാലേട്ടനും ജോജോനും ഒക്കെ വണ്ണം ഉണ്ടെങ്കിലും അവർ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റിയും പഞ്ചിനൊക്കെ ഒരു വെയിറ്റും ഫീൽ ചെയ്യും. പക്ഷേ ഇതിൽ നിവിന് ഓവർ വെയിറ്റ് ആയതിനാൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. BGMs ഒക്കെ അടിപൊളിയായിരുന്നു. ഓരോ സീൻസും ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഗോപി സുന്ദർ അറിഞ്ഞു പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ നിവിന് ഉല്ലക്ക ചക്ക ചക്ക BGM മാത്രമല്ലാണ്ട് വേറൊരു ഓൾട്ടർനേറ്റീവ് മാസ് BGM കൂടെ കൊടുക്കാറുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കാരണം ഒരു BGM കിട്ടിയ ഗോപി ചറ പറയാതെ എല്ലായിടത്തും യൂസ് ചെയ്യും. ഷൈലോക്കിലെ ബോസിഡ മാസിഡ BGM ഒക്കെ ഒരു എക്സാമ്പിൾ ആണ്. ഓവറായിട്ട് യൂസ് ചെയ്തുകൊണ്ട് മാത്രം ഏറിപ്പോയ BGM ആയിട്ട് ഉല്ലക്ക ചക്ക ചക്ക മാറി. പിന്നെ ഈ സിനിമയിൽ പറയുന്ന സൈനൈഡിന്റെ കാര്യമൊക്കെ ഭയങ്കര ഇല്ലോജിക്കലായിരുന്നു. കാര്യമായിട്ട് റിസർച്ച് ചെയ്യാതെയാണ് സ്ക്രിപ്റ്റ് ചെയ്തതെന്ന് വ്യക്തമാണ്. സെക്കൻഡ് ഹാഫിൽ ജീവൻ വെച്ച പടം പിന്നീട് ക്ലൈമാക്സിൽ വീണ്ടും നശിപ്പിച്ചെന്ന് പറയാം. കാരണം സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയ മാർക്കോയെ നിവിൻ സിമ്പിൾ ആയിട്ട് അരിഞ്ഞു കൊല്ലുന്നതൊക്കെ കണ്ടിട്ട് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ക്ലൈമാക്സ് ഫൈറ്റിന് വേണ്ടി ഹെലിപ്പാഡ് തെരഞ്ഞെടുത്തൊക്കെ അറും ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു പരിധി വരെ അടുത്തത് എന്തെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് ഈ സിനിമയുടെ. സുരാജും JD ചക്രവർത്തിയാണ് ഈ നോൺ ലീനിയർ ആയിട്ടുള്ള കഥയെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ
എന്നൊക്കെ ചോദിച്ചിട്ട് പ്രേക്ഷകർക്ക് കണക്ട് ചെയ്ത് തന്നിരുന്നത്. ചില സ്ഥലത്തൊക്കെ ഇവരുടെ സീൻസ് വരുമ്പോൾ നല്ല ലാഗും ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റിയും ഫീൽ ചെയ്തിരുന്നു. പിന്നെ കാണുന്നവർക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് എഴുതിയിട്ട് നല്ല പോലെ സ്പൂൺ ഫീഡ് ചെയ്ത് തന്നതും ഇവരാണ്. കൊടുത്ത ക്യാരക്ടർ കിടുവായിട്ട് ചെയ്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനായിട്ട് സുരാജിനെ കൊണ്ടും ചക്രവർത്തിനെ കൊണ്ടും ആയില്ല എന്ന് തന്നെ പറയാം. സിനിമയിൽ ഒരേ ഒരു പാട്ട് ഉണ്ടായിരുന്നുള്ളൂ. പാട്ടുകൾ കുറഞ്ഞത് വളരെ നന്നായിട്ട് തോന്നി. സിനിമയുടെ ഫ്ലോ പോകാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്ത പോലെ ഫീൽ ചെയ്തു. ചുരുക്കി പറഞ്ഞ ആവറേജ് ഫസ്റ്റ് ഹാഫുള്ള ഒരു മൂവി ആയിട്ട് ഒരു എബവ് ആവറേജ് സെക്കൻഡ് ഹാഫോട് അവസാനിച്ച സിനിമയായിട്ടാണ് മിഗായിൽ എനിക്ക് ഫീൽ ചെയ്തത്. നിവിന്റെ അതുവരെയുള്ള കരിയറിൽ ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആയിരുന്നു ഈ സിനിമ. ഇങ്ങനെയൊക്കെ കുറച്ച് പോരായ്മകൾ ഉണ്ടെങ്കിലും പലർക്കും ഈ സിനിമ ഒരു ഫേവറേറ്റ് ആണ്. കണ്ടുമടുത്തൊരു സ്റ്റോറി ആണെങ്കിൽ ഇടയ്ക്ക് ഹൈയും ഡൗണും ആയിട്ടൊക്കെ ഗ്രാഫ് പോകുന്നതുകൊണ്ടാണ് ഈ സിനിമ പലർക്കും ഇഷ്ടമായത്. തിയേറ്ററിൽ വെച്ച് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഒരു ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. ഒരു വൺ ടൈം വാച്ചബിൾ ഫ്ലിക്ക് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടിവിയിൽ കാണുമ്പോൾ എന്തൊക്കെ എലമെന്റ്സ് ഈ സിനിമ കാണാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. ഒരു റിപ്പീറ്റ് വാല്യൂ ടിവി കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സിനിമ ഫ്ലോപ്പ് ആയെങ്കിലും വേറെ രണ്ട് കാര്യങ്ങൾ ഭാവിയിൽ സംഭവിച്ചു. ഒന്ന് ഹനീഫിന്റെ തിരിച്ചു വരവും, രണ്ട് മാർക്കോ എന്ന ക്യാരക്ടറിന്റെ രണ്ടാം വരവും. മാർക്കോന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ബോക്സ് ഓഫീസ് ഒക്കെ തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, എന്റെ അഭിപ്രായത്തിൽ ഫ്ലോപ്പ് ആയതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണ് മിഗായിൽ. ഇനി മറ്റൊരു കാര്യം, നിങ്ങളെല്ലാവരെയും പോലെ നിവിൻ പോളിക്ക് ഒരു കംബാക്ക് കിട്ടുന്നത് നോക്കിയിരിക്കുകയാണ് ഞാനും. ഈ വർഷമെങ്കിലും അത് സംഭവിക്കുന്നു വിചാരിക്കാം. അവസാനമായിട്ട് പുള്ളിനെ ഒന്ന് കണ്ണിറയെ കണ്ടത് വർഷങ്ങൾക്ക് ശേഷത്തിലായിരുന്നു. സോ ഗൈസ്, സ്ക്രിപ്റ്റിലും ഹീറോയുടെ അപ്പിയറൻസിലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മിനിമം ഹിറ്റെങ്കിലും ആവേണ്ടിരുന്ന ഒരു സിനിമയായിരുന്നു മിഗായിൽ. എന്റെ അഭിപ്രായത്തിൽ ഈ സിനിമ ഫ്ലോപ്പ് ആവാനായിട്ടുള്ള റീസൺസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞ പോയിന്റ്സ് അല്ലാതെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് കമന്റിൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.